തലശ്ശേരി ഷുഹൈബ് വധക്കേസിൽ വിചാരണ നടപടികൾക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ. പ്രതികളുടെ അപ്പീലിലാണ് സിംഗിൾ ബെഞ്ച് സ്റ്റേ അനുവദിച്ചത്. വിചാരണ അടുത്ത തിങ്കളാഴ്ച വരെ സ്റ്റേ ചെയ്ത കോടതി ഹർജിയിൽ പ്രോസിക്യൂഷനോട് മറുപടിയും തേടി. വിചാരണ മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് പ്രതികൾ ഹർജി നൽകിയത്. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, പറയൂ. രോഹിണി, തലശ്ശേരി ഷുഹൈബ് വധക്കേസിൽ അതിന്റെ വിചാരണ നടപടികൾക്കാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇപ്പോൾ സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച വരെയാണ് സ്റ്റേ നൽകിയിരിക്കുന്നത്. പ്രതികളായിട്ടുള്ള ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെയുള്ളവർ നൽകിയ അപ്പീലിന്മേലാണ് ഹൈക്കോടതിയുടെ പ്രാഥമികമായിട്ടുള്ള നടപടി. നിലവിൽ പ്രോസിക്യൂഷനോട് ഈ ഹർജിന്മേൽ ഹൈക്കോടതി മറുപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കണം. അതായത് വിചാരണ കോടതി മാറ്റണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷന്റെ നിലപാട് കൂടി വ്യക്തമായ ശേഷമായിരിക്കും ഹൈക്കോടതി അന്തിമ ഉത്തരവിലേക്ക് കടക്കുകയുള്ളൂ. നേരത്തെ സെഷൻസ് കോടതിയിൽ ഈ ഹർജി പ്രതികൾ നൽകിയിരുന്നു, വിചാരണ കോടതി മാറ്റണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട്. പക്ഷേ അത് സെഷൻസ് കോടതി നിരാകരിച്ചുകൊണ്ട് വിചാരണ നടപടികൾ തുടരാമെന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. അതിനെതിരെ അപ്പീലുമായിട്ടാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. 2018 ഫെബ്രുവരി 12-നാണ് ഈ മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ഷുഹൈബിനെ CPM ക്രിമിനൽ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ 17 പേരാണ് പ്രതികൾ. അതിന്റെ വിചാരണ നടപടികൾ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ പുരോഗമിക്കവെയാണ് ഹൈക്കോടതിയിൽ ഈ വിചാരണ കോടതി മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതികൾ സമീപിച്ചിട്ടുള്ളത്. എന്തായാലും വിചാരണ തൽക്കാലത്തേക്ക് തിങ്കളാഴ്ച വരെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ പ്രോസിക്യൂഷന്റെ മറുപടി കൂടി വ്യക്തമായ ശേഷമായിരിക്കും ഹൈക്കോടതി മറ്റ് തീരുമാനത്തിലേക്ക് കടക്കുക. രോഹിണി, ശരി. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.